നമസ്കാരം. രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത ജയിലർ വിവിധ ഭാഷകളിൽ വൻ വിജയമാണ് നേടിയത്. ഇപ്പോഴിതാ ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ രജനീകാന്തിനൊപ്പം മോഹൻലാലും ഷാറൂഖ് ഖാനും ഒന്നിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മോഹൻലാലിന്റെ സ്റ്റൈലിസ്റ്റായ ജിഷാദ് ഷംസുദ്ദീന്റെ കമന്റാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം ഇപ്പോൾ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. രജനീകാന്തിനൊപ്പം ഷാറൂഖ് ഖാൻ, മോഹൻലാൽ, ശിവരാജ് കുമാർ എന്നിവർ ഒരു ജീപ്പിലിരിക്കുന്ന AI ചിത്രം ജിഷാദ് നേരത്തെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ഷാറൂഖും തൊട്ടടുത്ത് മോഹൻലാലും പിന്നിലെ സീറ്റിൽ രജനീകാന്തും ശിവരാജ് കുമാറും ഇരിക്കുന്നതായിട്ടായിരുന്നു ആ ചിത്രമുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു കൂടിച്ചേരൽ ജയിലർ 2-വിൽ ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള കമന്റുകൾ പിന്നീട് സജീവമായി സോഷ്യൽ മീഡിയയിൽ. ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന തരത്തിലുള്ള കണ്ടിപ്പ ഇറുക്കുമെന്ന കമന്റോടുകൂടി ജിഷാദ് ആ ചിത്രം വീണ്ടും പോസ്റ്റ് ചെയ്തു. അതോടെയാണ് ആരാധകർക്കിടയിൽ ഇക്കാര്യമൊക്കെ ചർച്ചയാവുന്നത്. ജയിലറിന്റെ ആദ്യ ഭാഗത്തിൽ മോഹൻലാൽ, ശിവരാജ് കുമാർ, ജാക്കി ഷറോഫ്, കിഷോർ എന്നിങ്ങനെ വമ്പൻ താരങ്ങളുടെ അതിഥി വേഷങ്ങളും ഉണ്ടായിരുന്നു. ഇവയെല്ലാം ആവേശത്തോടു കൂടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. രണ്ടാം ഭാഗത്തിലും തിയേറ്ററിൽ ആവേശത്തിരയിളക്കാൻ തന്നെയാണ് അണിയറ പ്രവർത്തകർ തയ്യാറെടുക്കുന്നത്. ബോളിവുഡ് താരം ഷാറൂഖ് ഖാനും ഇത്തവണ ചിത്രത്തിന്റെ ഭാഗമായേക്കുമെന്ന സൂചന വലിയ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ചിത്രം ജൂൺ 12-ന് തിയേറ്ററുകളിൽ എത്തുമെന്ന് രജനി മാധ്യമങ്ങളെ നേരത്തെ അറിയിച്ചിരുന്നു. കോയമ്പത്തൂരിൽ ഒരാഴ്ച നീണ്ടുനിന്ന ജയിലർ 2 ചിത്രീകരണത്തിന് ശേഷം ചെന്നൈയിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു താരം തീയതി പ്രഖ്യാപിച്ചത്. നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ 2023-ലായിരുന്നു ജയിലർ റിലീസ് ചെയ്തത്. മുത്തുവേൽ പാണ്ടിൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനീകാന്ത് അവതരിപ്പിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 600 കോടിയിലേറെയാണ് ചിത്രം വാരിയത്. തമിഴ് സിനിമയിൽ 1000 കോടി കടക്കാൻ സാധ്യതയുള്ള സിനിമ കൂടിയാണ് ജയിലർ 2. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും രണ്ടാം ഭാഗവും. സുരാജ് വെഞ്ഞാറമൂടാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. രജനീകാന്ത് ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗത്തിൽ വിദ്യാബാലൻ മുഖ്യ വേഷത്തിൽ എത്തുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ കഥാഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന വേഷമാണ് വിദ്യക്കെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 2024-ൽ റിലീസ് ചെയ്ത ഭൂൽ ഭുലയ്യ മൂന്നാം ഭാഗത്തിന് ശേഷം വിദ്യ അഭിനയിക്കുന്ന ചിത്രം കൂടിയാകും ഇത്. 2026 ഓഗസ്റ്റ് 14-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അജിത് കുമാറിനൊപ്പം അഭിനയിച്ച നേർക്കൊണ്ട പാർവയാണ് തമിഴിൽ വിദ്യ അവസാനമായി വേഷമിട്ട ചിത്രം. 2023-ലായിരുന്നു ടൈഗർ മുത്തുവേൽ പാണ്ടിനായി ജയിലറിലൂടെ രജനീകാന്ത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. ആഗോള ബോക്സ് ഓഫീസിൽ 600 കോടിയിലേറെയാണ് ചിത്രം നേടിയത്. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെയും സംഗീത സംവിധാനം നിർവഹിക്കുക. മോഹൻലാൽ, ശിവരാജ് കുമാർ, രമ്യ കൃഷ്ണൻ, സുരാജ് വെഞ്ഞാറമൂട്, അന്ന രേഷ്മ രാജൻ, ജാക്കി ഷറോഫ് എന്നിങ്ങനെ വൻ താരനിര അണിനിരക്കുന്നതോടെ ചിത്രം വമ്പൻ ഹിറ്റാവാനാണ് സാധ്യതയേറെ.